ഗർഭിണികളായ സ്ത്രീകളെ പ്രത്യേകിച്ചും അലട്ടുന്ന ഒരു പ്രയാസമാണ് അതിൻ്റെ ആദ്യ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ ചില ആളുകൾക്ക് പ്രസവം വരെ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഓക്കാനം, ഛർദി. ചില ആളുകൾക്ക് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിച്ച് അപ്പം ഛർദിക്കുന്ന അവസ്ഥ. അങ്ങനെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും ഗർഭകാലം ദുരിതത്തിലാവുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തിബ്ബുൻ നബിക്ക് പറയാനുള്ള ഒരു പ്രധാന പരിഹാരം എന്ന് പറയുന്നത് ദഹന പ്രക്രിയക്ക് തടസ്സമാകുന്ന രൂപത്തിലുള്ള ഭക്ഷണശൈലി ഉള്ളവരിലാണ് പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നത്. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന വാളൻ പുളി എന്ന് പറയും. പഴുത്ത വാളൻ പുളി ഒരു പിടിയെടുത്ത് 1-2 ഗ്ലാസ് വെള്ളത്തിൽ 10-20 മിനിറ്റ് നേരം ഇട്ട് വെക്കണം. ശേഷം അത് ഫിംഗർ ജ്യൂസ്, കൈകൊണ്ട് തന്നെ ജ്യൂസ് ആക്കി അല്പാൽപമായി കുടിക്കുന്നത് ഒരു പരിധിവരെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആദ്യ സമയത്തുള്ള ഛർദിൽ ഓക്കാനം ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അനേകം സ്ത്രീകൾക്കത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. തിബ്ബുൻ നബയിലെ പ്രത്യേകിച്ചും ചില ഇമാമിയങ്ങളുടെ ചികിത്സാക്രമങ്ങളിൽ നിന്നും വന്നൊരു ഫോർമുലയാണിത്. ലളിതമാണ്, എളുപ്പമാണ് ചെയ്യാൻ, റിസൾട്ടഡ് ആണ് എന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കും. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ദഹനത്തിന് തകരാറ് വരാതെ നോക്കണം എന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ മാനസികോല്ലാസം കിട്ടുന്ന വല്ല സുഗന്ധ വസ്തുക്കളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ സമയത്ത് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആദ്യ സമയത്തുള്ള ഛർദിൽ ഒഴിവാക്കാൻ സഹായിക്കും. മറ്റൊരു കാര്യം, കുഞ്ഞും ഉമ്മയും, അതായത് പ്രഗ്നൻ്റായ സ്ത്രീയും ഗർഭാവസ്ഥയിലുള്ള ശിശുവും രോഗസാധ്യതയിലേക്ക് നീങ്ങുന്നതാണ് 2ാം ഘട്ടം. അതായത് ഗർഭിണിയായി 3 മാസം കഴിഞ്ഞ് 4ാം മാസത്തിലാണ്, 4 മാസം പൂർത്തിയായി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഘട്ടം കുഞ്ഞും ഉമ്മയും ഒരുപോലെ രോഗസാധ്യതയിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. ഇവിടെയും ആത്മീയ പ്രാമുഖ്യമുള്ള ജീവിതം നയിക്കാൻ തയ്യാറാവണം. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു മറിയം, സ്വലാത്തുൽ ഉമ്മഹാത്ത്, നേരത്തെ പറഞ്ഞ ചില ഭക്ഷണക്രമങ്ങളൊക്കെ കഴിക്കണം. അതുപോലെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന തിബ്ബുൻ നബവിയിലെ മഹാനായ ആചാര്യൻ്റെ ഒരു നിർദ്ദേശം പറയുന്നത്, നെഞ്ഞിന് താഴെ, നമ്മുടെ നെഞ്ഞിന് താഴെ അരക്കെട്ട് അവസാനിക്കുന്ന ഇടം വരെ 4 മാസത്തിന് ശേഷം പ്രസവം വരെ സ്ത്രീകൾ സെയ്ത്ത് ഓയിൽ, ഒലീവ് ഓയിൽ തേച്ചിടുന്നത് ഗർഭസുരക്ഷയ്ക്ക് സഹായകമാണ്. തിബ്ബുൻ നബവി എന്ന ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഞാനിത് പറഞ്ഞത്. അതായത് നമ്മുടെ ബ്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള താഴ്ഭാഗം മുതൽ അരക്കെട്ട് അവസാനിച്ച് തുടയുടെ ഭാഗം തുടങ്ങുന്ന ഏരിയ വരെ എല്ലാ ദിവസവും നമ്മൾ സെയ്ത്ത് ഓയിൽ ശരീരത്തിൽ ഉപയോഗിക്കുക. അമർത്തി തടവുകയൊന്നും വേണ്ട, അതവിടെ ഇട്ടാൽ മതി. ശേഷം അരമണിക്കൂർ കഴിഞ്ഞോ മറ്റോ നിങ്ങൾക്ക് സ്വാഭാവികമായി കുളിക്കാം, അതവിടെ നിന്ന് നീക്കാവുന്നതാണ്. ഇങ്ങനൊരു രീതി പ്രത്യേകമായി ചെയ്യണം. അതുപോലെ ഇമാം ദഹബി തങ്ങളുടെ തന്നെ ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഉച്ചയോടടുത്ത നേരത്ത് സഫർജൽ കഴിക്കുന്നത്. അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഒരു 4 മാസം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സപ്പോർട്ട് ചെയ്യുന്ന അരക്കെട്ടിൻ്റെ ഭാഗത്തെ നാഡീവ്യൂഹങ്ങളെ, നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു അമൂല്യ പഴവർഗ്ഗമാണ് സവർജല്ലി എന്ന് പറയും ചിലയിടങ്ങളിൽ. സഫർജൽ എന്നാണ് അറബ് പ്രയോഗം. അങ്ങനെ ഒരു ഭക്ഷണക്രമം നിങ്ങൾക്ക് ആ സമയത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതും 2ാം ഘട്ടത്തിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, നിങ്ങളെയും കുഞ്ഞിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഒപ്പം വളരെ പ്രധാനമാണ് ദഹനത്തിന് തടസ്സമാകുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, കൂടുതൽ മാംസാഹാരം കഴിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. പ്രത്യേകിച്ചും പൊതുവെ തന്നെ ഡോക്ടേഴ്സ് പറയാറുണ്ട് 6 മാസം കഴിഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്. കേരളത്തിലൊരു വലിയ വിഭാഗം സ്ത്രീകൾക്കും പൈൽസ് രോഗം, അർശസ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത് പ്രഗ്നൻസി പീരീഡിൽ, ഗർഭകാലഘട്ടത്തിൽ ഭക്ഷണ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ദഹനം നന്നായി നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ദഹന പ്രക്രിയയെ താറുമാറാക്കുന്ന രൂപത്തിൽ സ്ഥിരമായി കോഴിമാംസം, പോത്തുമാംസം, ബീഫും ഒക്കെ കഴിക്കുന്നത് പ്രയാസമാണ്. വല്ലപ്പോഴും ഒരു ചുരുങ്ങിയ അളവിൽ കഴിക്കാമെങ്കിലും ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത്. അതോടൊപ്പം നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്കറികൾ, ചീരയിലകൾ പോലത്തതൊക്കെ കഴിക്കാം. ഒരു 7 മാസം വരെ ആ കാര്യം നന്നായി ശ്രദ്ധിക്കുന്നത് 2ാം ഘട്ടത്തിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നു.
ഇവിടെ ഏറ്റവും പ്രധാനമായി സംഭവിക്കുക അയൺ പ്രശ്നങ്ങളാണ്, അയൺ കാൽസ്യം പ്രശ്നങ്ങളാണ് പ്രധാനമായി വരിക. അതിനെ നമ്മൾ നേരത്തെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു വന്നു എന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഭയപ്പെടാനില്ല. എന്നാൽ തന്നെയും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ശുദ്ധജല ഉപയോഗം കൂടുതലാവണം. 2 രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരും. ഒന്ന്, ഗർഭപാത്രത്തിലെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരും. രണ്ടാമത്തത് യൂറിനറി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരും.